RX 6500 XT ഒരു ബഡ്ജറ്റ് കിങ് ആണോ അതോ ഒരു ബഡ്ജറ്റ് ട്രാമ്പ് ആണോ? എന്താണ് ഈ കാർഡിന്റെ സത്യാവസ്ഥ? പെർഫോമൻസ് കൊണ്ടല്ല ഈ കാർഡ് ഫേമസ് ആയത്, നെഗറ്റീവ് കൊണ്ടാണ് ഫേമസ് ആയത്. RX 6500 XT ഒറിജിനലി ലാപ്ടോപ്പ് GPUവിന് ഡിസൈൻ ചെയ്ത ഒരു കാർഡാണ്. പിന്നീട് ഡെസ്ക്ടോപ്പ് കാർഡായിട്ട് റിലീസ് ചെയ്തു. ഈ കാർഡിന്റെ ആദ്യത്തെ പ്രോബ്ലം PCI X4 ഇന്റർഫേസ് ആണ് വരുന്നത്. PCI 4.0 മദർ ബോർഡിൽ ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷേ PCI 3.0 സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഹാഫായി കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ FPS കുറയും, മാക്രോ സർട്ടേഴ്സ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. രണ്ടാമത്തെ പ്രോബ്ലം, ഈ കാർഡിൽ 4GB VRAM ആണ് വരുന്നത്. മോഡേൺ AAA ഗെയിംസ് 1080p കളിക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അൾട്രായിലായാലും ലോ സെറ്റിംഗ്സിലായാലും ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ പ്രോബ്ലം, സ്ട്രീം ചെയ്യാൻ വേണ്ടിയാണോ ഈ കാർഡ് എടുക്കുന്നത്? എന്നാൽ അവർക്കും ബാഡ് ന്യൂസ് ആണ്. ഈ ഹാർഡ്വെയറിന്റെ അകത്ത് വീഡിയോ എൻകോഡേഴ്സ് ഇല്ല. OBS റെക്കോർഡിംഗ്, സ്ട്രീമിംഗ്, എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നെങ്കിൽ CPUക്ക് എക്സ്ട്രാ ലോഡ് താങ്ങേണ്ടി വരും. ഈ കാർഡ് ശരിക്കും പർച്ചേസ് ചെയ്യണോ? എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെ ബഡ്ജറ്റ് കുറച്ചുകൂടി ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ സാധിച്ചാൽ RX 6600 8GB അല്ലെങ്കിൽ RTX 3060 12GB അല്ലെങ്കിൽ RTX 4060 ഈ കാർഡുകൾ ചൂസ് ചെയ്യാം. ഇതിൽ പെർഫോമൻസ് ജമ്പ് മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഫീച്ചർ സെറ്റും കൂടിയാണ് കിട്ടുന്നത്. സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ RTX 6500 XT ഫ്രീ ആയിട്ട് കിട്ടിയാൽ യൂസ് ചെയ്യാം. അല്ലാതെ 2026 കാശ് കൊടുത്ത് ഈ കാർഡ് വാങ്ങാൻ നിൽക്കല്. ഈ സെയിം പ്രൈസ് പോയിന്റിൽ നല്ല കാർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന RX 6500 XT ആണോ? സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ആവട്ടെ.